നമസ്കാരം. ടി.പി. വധക്കേസിലെ ഗൂഢാലോചന അത് പുറത്തു വന്നാൽ പിണറായി വിജയനും പ്രതിയാകുമെന്ന് KPCCയുടെ പ്രസിഡന്റ് കെ. സുധാകരൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കെ. സുധാകരൻ എം പി 28 ചെറുപ്പക്കാരെ വെട്ടിനുറുക്കുവാൻ നേതൃത്വം കൊടുത്തത് പിണറായി വിജയൻ എന്ന പിശാചാണ് എന്നാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. സുധാകരന് എന്തും പറയാമെന്നുള്ളതല്ല, പക്ഷെ അദ്ദേഹം കൃത്യമായാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും രാഷ്ട്രീയ കൊലപാതകം പിണറായിയുടെ അനുവാദത്തോടു കൂടി നടക്കപ്പെട്ടതാണ്. കണ്ണൂരിലെ മുഴുവൻ രാഷ്ട്രീയ കൊലപാതകങ്ങളും നിങ്ങളൊന്ന് ചികഞ്ഞു നോക്കുക. ആ കൊലപാതകങ്ങളെല്ലാം അത്തരത്തിൽ നടന്നതാണ് എന്ന് കെ. സുധാകരൻ അക്കമിട്ട് നിരത്തുകയാണ്. എന്നാൽ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. VSന്റെ സന്തത സഹചാരിയും PAയുമായിരുന്ന A. സുരേഷ് തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന രഹസ്യമുണ്ട്. ആ രഹസ്യം വർഷങ്ങൾക്ക് ശേഷം തുറന്നു പറഞ്ഞപ്പോൾ ഇപ്പോൾ കേരളം ഞെട്ടുകയാണ് എന്ന് പറയേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷം. ടി.പി. ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് പിന്നിൽ VS അച്യുതാനന്ദൻ്റെയും കൈകൾ ഉണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സത്യമാണ് ഇപ്പോൾ ചുരുളഴിയുന്നതെന്ന് പറയേണ്ടി വരും. VSന്റെ 100ാം ജന്മദിനം ആഘോഷിച്ച് കഴിഞ്ഞ ഒരു വേളയിൽ ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൻ്റെ പേരിൽ വീണ്ടും VS എന്ന 2 അക്ഷരം ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ എന്താണ്? ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ, വിചാരണ കോടതിയുടെ വിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവച്ച സാഹചര്യത്തിലാണ് വീണ്ടും ആ കമ്മ്യൂണിസ്റ്റ് നായകൻ്റെ രംഗപ്രവേശം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. 2023 ഒക്ടോബർ മാസം 20-നായിരുന്നു VSന് 100 വയസ്സ് തികഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് VSന്റെ സന്തത സഹചാരിയും ഒപ്പം തന്നെ PAയുമായിരുന്ന A. സുരേഷാണ് തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു രഹസ്യം അത് വർഷങ്ങൾക്ക് ശേഷം തുറന്നു പറഞ്ഞത്. ടി.പി. ചന്ദ്രശേഖരനെ CPM കൊല ചെയ്യുമെന്ന് VS അച്യുതാനന്ദന് വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നാണ് സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ. വളരെ വലിയൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇക്കാര്യം ടി.പി. ചന്ദ്രശേഖരനോട് VS നേരിട്ട് പറയുകയും ചെയ്തിരുന്നുവെന്നാണ് അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് പറഞ്ഞത്. കേരളം ഞെട്ടേണ്ട വാർത്തയല്ലേ? എല്ലാം അറിഞ്ഞിട്ടും VS ഒന്നും അറിയാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയപ്പെടുമ്പോൾ സുരേഷ് പറഞ്ഞതിൻ്റെ ഉള്ളെന്താണെന്ന് മാധ്യമങ്ങളൊന്നും ചികഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. VSന്റെ 100ാം ജന്മദിന സ്പെഷ്യൽ എന്ന നിലയിൽ ആ തരത്തിലാണ് സുരേഷിൻ്റെ വാക്കുകൾ പോലും അതിലൂടെ ഒഴുകിപ്പോയി എന്ന് പറയാം. എന്നാൽ ടി.പി. എന്ന രക്തസാക്ഷിയെ ഓർക്കും തോറും ആ അരുംകൊലയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അതിനുത്തരവാദികളെ കൂടി കാലം വെറുതെ കൊണ്ടുവന്ന് വെളിച്ചത്ത് നിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ തെളിഞ്ഞതാണ് ടി.പി. വധത്തിലെ VSന്റെ സ്നേഹം നിറച്ചുള്ള പങ്ക് എന്ന് പറയേണ്ടി വരുന്നു. ആ ഒരു അഭിമുഖത്തിൽ A. സുരേഷിൻ്റെ വാക്കുകൾ എന്ന് പറയപ്പെടുന്നത് നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. അതിങ്ങനെയാണ്: ആലുവ ഗസ്റ്റ് ഹൗസിലേക്ക് ടി.പിയെ വിളിക്കാൻ VS തന്നെയാണ് എന്നോട് പറഞ്ഞത് എന്നാണ് സുരേഷ് പറയുന്നത്. 2 മണിക്കൂറോളം ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നു. ടി.പിക്ക് വധഭീഷണി ഉണ്ട് എന്ന് പോലീസിലെ ഇൻ്റലിജൻസ് നൽകിയ റിപ്പോർട്ട് അത് കിട്ടിയ സമയത്താണ് ഇങ്ങനെ ഒരു ചർച്ചയും കൂടിക്കാഴ്ചയും. ബൈക്കിലത്തെ യാത്ര നിർത്തലാക്കുക, കാർ ഏർപ്പാടാക്കണമെന്ന് VS പറയുകയും ചെയ്തു. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് VS എന്നെ അറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. പാർട്ടി തീരുമാനമാണെങ്കിൽ ഞാൻ ഹെലികോപ്റ്ററിൽ പോയാലും അത് കൃത്യമായി നടപ്പിലാക്കിയിരിക്കുമല്ലോ എന്നായിരുന്നു അന്ന് ടി.പി. VSന് നൽകിയ മറുപടി. എനിക്ക് പേടിയില്ല സഖാവേ എന്നും ഞാൻ മരിക്കുന്നതിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞു പോവുകയായിരുന്നു ടി.പി. ചെയ്തത്. VSന് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു ടി.പി. എന്നും സുരേഷ് ആ അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. സുരേഷിൻ്റെ വാക്കുകളിലൂടെ പക്ഷെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന സത്യം കേരളം ഇനിയെങ്കിലും അറിയണമെന്നുള്ളതാണ്. VSനെ നമ്മൾ കണ്ണേ കരളേ എന്ന് നോക്കുന്നവർക്കെല്ലാം ഇത്തരത്തിൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യവും വാസ്തവവും. ഒരാളെ കൊല്ലാൻ പാർട്ടി തീരുമാനിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് കൂടി വെളിവാക്കുകയാണ് ഇതിലൂടെ. ടി.പി. വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയുന്ന CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം, CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് സുരേഷ് എന്ന് പറഞ്ഞ VSന്റെ സന്തത സഹചാരി കേരളത്തോട് പറയുന്നത്. എങ്കിലും VSനെ രക്ഷിക്കാനാവുമായിരുന്ന ഒരു ജീവനാണ് ടി.പി. ചന്ദ്രശേഖരൻ്റേതെന്ന് വിശ്വസിക്കുന്ന കുറേ പാർട്ടി പ്രവർത്തകർ ഇന്നും ഒഞ്ചിയത്തും വടകരയിലും കേരളത്തിലുമുണ്ട് എന്നുള്ള കാര്യവും വരുന്നു. കാരണം VS പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സഖാവ് കൂടിയായിരുന്നു ടി.പി. എന്നാൽ അതുണ്ടായില്ല എന്നുള്ളതാണ്. പാർട്ടി വാടക ഗുണ്ടകളെ വച്ച് കൊല്ലുമെന്നും
സൂക്ഷിക്കണമെന്നും പറയുക മാത്രമാണ് തൻ്റെ കടമയെന്നാണ് VS അവിടെ കരുതിയത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളെ കൊല്ലും എന്ന് പറയുക എന്നുള്ളത് മാത്രം. VSനൊപ്പം നിന്നവരുടെ എല്ലാം ഗതി ഇങ്ങനെയൊക്കെ ആയി മാറുന്നത് അല്ലെങ്കിൽ മാറിപ്പോയത് ചരിത്രമാണ്. അതിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഒട്ടനവധിയുണ്ട്. VSൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഷാജഹാൻ, ആ ഷാജഹാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അദ്ദേഹം ഇപ്പോഴും ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ പാർട്ടിക്കെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ എല്ലാ ആയുധവും എടുത്ത് പയറ്റുമ്പോഴും നീക്കിയിരിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് പറയപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞു പോകും. ചർച്ചാ തൊഴിലാളികളുടെ റോളിൽ നടക്കുമ്പോഴും ഏതെങ്കിലും വാടക കൊലയാളിയുടെ കൈകളിൽ ആ വാടക കൊലയാളിയുടെ കത്തി തനിക്ക് പുറകിൽ എപ്പോഴും ഉണ്ടെന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടാവാം. ഈ സുരേഷ് പറയുന്നതിൽ തന്നെ TPയെ കൊലപ്പെടുത്തുമെന്ന് VSന് അറിയാമായിരുന്നു എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് സുരേഷ് പറഞ്ഞു വെക്കുന്നത്. TPയെ വിളിച്ചു വരുത്തിയാണ് VS സൂക്ഷിക്കണമെന്ന് പറയുന്നത്. സൂക്ഷിക്കണമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തനിക്ക് വേണ്ടി ജീവൻ പോയാലും നിൽക്കുമെന്ന് പറയുന്ന സഖാവിൻ്റെ ജീവൻ എത്ര വിലയാണ് VS നൽകിയത് എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കുക. അയാളെ പിന്നീട് 51 വെട്ടി നുറുക്കുകയായിരുന്നു. അങ്ങനെ വെട്ടി കൊല്ലുകയായിരുന്നു. TPയെ വെട്ടിയ വെട്ടെല്ലാം VSനെ വെട്ടിയതാണ് എന്ന് ആർക്കാണ് അറിയാത്തത് എന്ന് നമ്മൾ കൂടി ചോദിക്കേണ്ടി വരും. ഗ്രൂപ്പും കളിച്ച് ഈ വഴി ഇനി വന്നാൽ കൂടെയുള്ളവരെ വെട്ടി നുറുക്കുമെന്നായിരുന്നു ഈ TPയെ വെട്ടിക്കൊല്ലുന്ന സമയത്തിന്, അല്ലെങ്കിൽ TPയെ വെട്ടിക്കൊന്ന അതുവഴി മറുപക്ഷം നൽകിയ മുന്നറിയിപ്പ് എന്നുകൂടി അറിയേണ്ടി വരും. ഇത് തന്നെയാണ് വെട്ടിയത് എന്ന് ഉള്ളുകൊണ്ട് മനസ്സിലാക്കിയിട്ടാണോ VS അന്ന് TPയുടെ വീട്ടിൽ പോയതും KK രമയെ ആശ്വസിപ്പിച്ചതുമെന്ന് ചിലപ്പോൾ പാർട്ടി പോകരുത് എന്ന് പറഞ്ഞിട്ട് പോലും VS പോയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ VS എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് തനിക്ക് രക്ഷപ്പെടുത്താനായില്ലല്ലോ എന്ന കുറ്റബോധം കൊണ്ടാണോ അദ്ദേഹം വീട്ടിലേക്ക് പോയത്? അതോ തനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു? VSൻ്റെ കപട നാടകമായിരുന്നു. തനിക്ക് വേണ്ടി കൂടെ നിന്നവൻ്റെ മരണം മുന്നിൽ കണ്ടിട്ടും അയാളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് VS ചെയ്തത് എന്ന് പറയേണ്ടി വരും. സ്വന്തം പാർട്ടി ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടും അത് തടയാൻ കഴിയാത്ത VS അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം പാർട്ടിക്കുള്ളിൽ അറിയപ്പെടുന്നത് തന്നെ എന്തായിട്ടാണ്? ഗ്രൂപ്പിസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ്. CPMലെ വെട്ടിനിരത്തിലും ഗ്രൂപ്പുകളെയും സമർത്ഥമായി പയറ്റിത്തെളിഞ്ഞിട്ടുള്ള VS അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം അന്നും എന്നും സ്വന്തം കാര്യം സിന്ദാബാദ് മാത്രമായിരുന്നു നോക്കിയിരുന്നത് എന്നുള്ളതാണ് വസ്തുത. ചരിത്രമാണ്, എല്ലാവർക്കും അറിയാം. അതിനായി ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്ന ഒരു മുഖം, ആ മുഖവും മുന്നിൽ വച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ മറുഭാഗം ആരോപിക്കുന്നതെങ്കിൽ അതിൽ തെറ്റില്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ VSനൊപ്പം ഗ്രൂപ്പായി നിന്നവർക്കും VSന് വേണ്ടി പൊരുതി ഒറ്റപ്പെട്ടു പോയവർക്കും നിർദാക്ഷിണ്യം ജീവൻ വരെ, ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നതാണ് കേരളം പിന്നീട് കണ്ടത് എന്നുള്ളതാണ് ചരിത്ര സത്യം. അവിടെയൊക്കെ VS എന്ന് പറയപ്പെടുന്ന VS അച്യുതാനന്ദൻ ഇരുതല മൂരിയുടെ സ്വഭാവത്തോടു കൂടി പിടിച്ചു നിന്നു എന്നത് ഔദ്യോഗിക പക്ഷം മറുഗ്രൂപ്പുകാർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുമ്പോൾ പോലും അതിൽ സത്യമില്ല എന്ന് പലരും വിശ്വസിച്ചിരുന്നു. ഗ്രൂപ്പുകാരെങ്കിലും തനിക്കനുകൂലമാകുന്ന സാഹചര്യമാണ് പാർട്ടിയിൽ ഉണ്ടാകുന്നതെങ്കിൽ കൂടെ ആ കൂടെ നിൽക്കുന്നവരെ തൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി VS അച്യുതാനന്ദൻ അധപ്പതിക്കുകയായിരുന്നു. എന്നാൽ തനിക്ക് പ്രതികൂലമായാണ് പാർട്ടി നിലപാട് മാറുന്നതെങ്കിൽ തനിക്കൊപ്പം നിൽക്കുന്നവരെ നിഷ്കരുണം തള്ളിക്കളയുകയും ചെയ്യും. സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കുകയും സ്വന്തം നിലനിൽപ്പിനെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന വ്യക്തിത്വം. ഇതാണ് VS എന്ന രണ്ടക്ഷരത്തിന് ഔദ്യോഗിക പക്ഷം നൽകിയിരിക്കുന്ന ബാക്കിപത്രം. ഒരാളുടെ ജീവനാണോ അതോ പാർട്ടിയുടെ ഗ്രൂപ്പ് വഴക്കാണോ VSന് അന്ന് വലുത് എന്ന് ചോദിച്ചാൽ ഗ്രൂപ്പായിരുന്നു വലുത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. നിസ്സംശയം അദ്ദേഹം പറയും ഗ്രൂപ്പാണ് വലുത്, ജീവനല്ല എന്ന്. പിണറായിയും VS അച്യുതാനന്ദൻ ഗ്രൂപ്പുകളുടെ വടംവലിക്കലയിൽ VSനൊപ്പം നിലയുറപ്പിച്ചവരെ തിരഞ്ഞു പിടിച്ചില്ലാതാക്കുകയായിരുന്നു മറുപക്ഷം എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അന്നൊന്നും കൂടെയുള്ളവരെ സംരക്ഷിക്കാത്ത VSൻ്റെ കുരുതിയായിരുന്നു TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമെന്ന് നിസ്സംശയം പറയേണ്ടി വരും. അതാണ് VSൻ്റെ PA സുരേഷ്, ആ PA കൂടിയായിരുന്ന സുരേഷിൻ്റെ വാക്കുകൾക്കുള്ളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. TP ചന്ദ്രശേഖരനെ കൊന്നത് VSO അല്ലെങ്കിൽ ആ ചതിയുടെ കഥ ചുരുളഴിക്കുന്ന സുരേഷിൻ്റെ കുമ്പസാരം കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ എന്നൊക്കെ
എന്തുകൊണ്ടാണ് അത് ചർച്ച ചെയ്യാത്തത് എന്നൊക്കെ പലപ്പോഴും നമ്മുടെ കേരളം തന്നെ ഇനിയും ചോദിക്കേണ്ടിയിരിക്കുന്നു. കണ്ണേ കരളെ VSA എന്ന് വിളിച്ചു നടന്ന അണികൾ ഒന്നുകൂടി മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കണ്ണും കരളുമായിരുന്നോ VS അച്യുതാനന്ദൻ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. TP എന്ന് പറയപ്പെടുന്ന രണ്ടക്ഷരത്തെ ചില്ലുപടമാക്കി മാറ്റിയതിന് പിന്നിൽ VS അച്യുതാനന്ദൻ്റെ കറുത്ത കരങ്ങൾ കൂടി ഉണ്ടായിരുന്നോ എന്ന് കേരളം ഇനിയെങ്കിലും ചർച്ച ചെയ്യണം.